വരാം. വെളിപ്പാട് പുസ്തകം അതിന്റെ 25ാമത്തെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ്സുകൾ ഏകദേശം 22 വരെയുള്ള ക്ലാസ്സുകളെല്ലാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാനുള്ള അവകാശമുണ്ട്. അത്ര പെർഫെക്റ്റ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു പഠനം ദൈവത്തിന്റെ സന്നിധിയിൽ, കാരണം നമ്മുടെ ജീവിതം ഒരു പെർഫെക്ഷനിലേക്കുള്ള ഒരു ഓട്ടമാണല്ലോ. ആ ഓട്ടത്തിൽ നമുക്ക് പഠിക്കുവാനും ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള ഒത്തിരി കാര്യങ്ങൾ വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. വെളിപ്പാട് പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നാം സുവിശേഷങ്ങളെ പഠിക്കുമ്പോൾ, ലേഖനങ്ങളെ പഠിക്കുമ്പോൾ, കർത്താവിന്റെ കൽപ്പനകളെ പഠിക്കുമ്പോൾ അവിടെയാണ് നമ്മുടെ കാഴ്ചപ്പാടുകൾക്കൊക്കെ വ്യത്യാസങ്ങളെ വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ മുഖപരി പറഞ്ഞ് ഞാൻ നീട്ടുന്നില്ല, ഞാൻ നേരെ നമ്മുടെ ഭാഗത്തേക്ക് കടന്നു വരാം. വെളിപ്പാട് പുസ്തകം 9ാം അധ്യായത്തിൽ വിവരിക്കുന്ന ന്യായവിധിയുടെ 6ാമത്തെ കാഹളം അത് ഊതുമ്പോൾ പീഡനത്തിന്റെ ആദ്യ പകുതി കഴിഞ്ഞ് 10ാം അധ്യായം മുതൽ തുടർന്നുള്ള 3.5 വർഷത്തെ മഹാപീഡന കാലത്തെ സംഭവങ്ങൾ ആരംഭിക്കുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചുവല്ലോ. നമ്മൾ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. പിന്നെ വെളിപ്പാട് പുസ്തകം 10ാം അധ്യായത്തിന്റെ 1 മുതൽ 11ാം അധ്യായത്തിന്റെ 14 വരെയുള്ള ഭാഗങ്ങളിൽ 6ാം കാഹളത്തിന് ശേഷം 7ാം കാഹള ധ്വനിക്ക് മുമ്പുള്ള ഒരു ഇടവേളയാണ്. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ്. ഇനി 11ന്റെ 15ാം വാക്യം നോക്കുകയാണെങ്കിൽ 7ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു, അവൻ എന്നേക്കും വാഴുമെന്ന് സ്വർഗത്തിലൊരു മഹാഘോഷമുണ്ടായി. ഇവിടെ ഇപ്രകാരം കർത്താവിന്റെ രാജ്യത്വത്തെ ഘോഷിക്കുന്നതിനാൽ ഇടവേള എന്ന് പറഞ്ഞ 10ാം അധ്യായവും 11ാം അധ്യായത്തിന്റെ അല്ലെങ്കിൽ 10ഉം 11ഉം അധ്യായങ്ങൾ കർത്താവായ രാജാവായ കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ കർത്താവിന്റെ രാജാവായുള്ള ആ വരവിനെ വിളിച്ചറിയിക്കുന്ന ഒന്നാണെന്ന് നമുക്ക് ഇന്ന് രാത്രി മനസ്സിലാക്കാം. ആ നിലയിൽ നമുക്കതിനെ ഗ്രഹിക്കാൻ കഴിയുന്നു. കർത്താവിന്റെ വരവിന് മുന്നോടികളായി 10ാം അധ്യായത്തിൽ നാം പഠിച്ച ബലവാനായ മറ്റൊരു സ്വർഗീയദൂതൻ, അങ്ങനെ തന്നെയാണ് അവിടെ സംബോധന ചെയ്തുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പറയുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ്. 10ാം അധ്യായത്തിലെ ബലവാനായ മറ്റൊരു സ്വർഗീയദൂതനും 11ാം അധ്യായത്തിൽ 2 മനുഷ്യ സാക്ഷികളും വെളിപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. 2 മനുഷ്യ സാക്ഷികളോടെ വെളിപ്പെടുന്നുണ്ട്. ഇനി 11ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ ഇസ്രായേലിന്റെ ആത്മീയ ജീവിതത്തോട് ബന്ധപ്പെട്ടവയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് ഇസ്രായേലിന്റെ നമ്മൾ ഇവരെ ചില കാര്യങ്ങളൊക്കെ അവരുടെ ഭൗതിക തലത്തിൽ അല്ലെങ്കിൽ സാമൂഹിക തലത്തിലൊക്കെ ഇടപെടുമ്പോൾ ഈ 11ാം അധ്യായത്തിലെ കാര്യങ്ങൾ വരുമ്പോൾ അത് അവരുടെ ആത്മീയ ജീവിതത്തോട് ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ആത്മീയതയോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കാം. നമ്മൾ അല്പം ചരിത്രത്തിലേക്ക്, പഴയ നിയമത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, അതിനെ ചേർത്ത് പഠിക്കുകയാണെങ്കിൽ, യഹൂദർ തങ്ങളുടെ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നപ്പോഴൊക്കെ ദൈവത്തെ ആരാധിക്കേണ്ടതിന് ദൈവാലയം പണിയാൻ ഉത്സാഹിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ മോശയുടെ നേതൃത്വത്തിൽ മിസ്രൈമിൽ നിന്ന് അതൊരു പ്രവാസമായിരുന്നു, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ അവർ മടങ്ങി വന്നപ്പോൾ ആ സമയത്ത് അവർക്ക് സ്വന്തമായിട്ടൊരു വീടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും സാഹചര്യം ഒരുങ്ങുന്നതിന് മുമ്പേ അവർ തങ്ങളുടെ യാത്രാ മധ്യയിൽ തന്നെ അല്ലെങ്കിൽ യാത്രയുടെ മധ്യേ തന്നെ ദൈവം കാണിച്ച മാതൃക പ്രകാരം സമാഗമന കൂടാരം പണിത് അതുമായിട്ടാണ് അവർ യാത്ര ചെയ്തതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നീട് ബാബേൽ പ്രവാസത്തിലേക്ക് പോയി ഇസ്രായേൽ മടങ്ങി വന്നപ്പോഴും അവർ ആദ്യം പണിതത് ദേവാലയവും അല്ലെങ്കിൽ ആ നശിപ്പിച്ചു കളഞ്ഞ ബാബിലോൺ സാമ്രാജ്യത്തെ അല്ലെങ്കിൽ ബാബിലോൺ സൈന്യം നശിപ്പിച്ചു കളഞ്ഞ ദേവാലയവും അതിന്റെ ചുറ്റുമതിലുമായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ കർത്താവിന്റെ ക്രൂശ് മരണത്തിന് ശേഷം AD 70 ലോകമെമ്പാടും ചിതറിക്കപ്പെട്ട ഇസ്രായേൽ 1948 കഴിഞ്ഞ നൂറ്റാണ്ട് നമുക്കറിയാം അതിന്റെ ചരിത്രമൊക്കെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറിയെങ്കിലും ഇതുവരെ അവർക്ക് തങ്ങളുടെ യെരുശലേം ദേവാലയം പണിയാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും അവർക്ക് യെരുശലേം ദേവാലയം ഇല്ല എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. അവർ അതിനുവേണ്ടി ഉത്സാഹത്തോടെ കാത്തിരിക്കുന്നു, അതിനുവേണ്ടി അവർ തങ്ങളെ തന്നെ ഒരുക്കിയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അവർക്ക് താമസമില്ല ഒരു ദേവാലയം സ്വന്തമാകും. അതിനുള്ള സൂചന 1-2 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 11ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങളിൽ ആ വാക്യം ഞാനൊന്ന് വായിക്കുന്നു. പിന്നെ ദണ്ഡ് പോലെയുള്ള ഒരു കോൽ എന്റെ കയ്യിൽ കിട്ടി, കൽപ്പന ലഭിച്ചത്, നീ എഴുന്നേറ്റ് ദൈവത്തിന്റെ ആലയവും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കുക, അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും. അന്നേരം അതിനർത്ഥം ഇവിടെ അളക്കുന്നത് യെരുശലേമിലുള്ള ദേവാലയത്തെയാണ്. അതിനർത്ഥം ഇനി താമസം വിന അവിടെ ഒരു ദേവാലയവും അതിനനുബന്ധ സൗകര്യങ്ങളും ഒരുങ്ങുമെന്നുള്ള കാര്യത്തിന്റെ സൂചനയാണ് ആ വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന് ചില ബാഹ്യ ശക്തികളുടെ സഹായവും ഇസ്രായേലിന് ലഭിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം.
ആ സഹായം എന്താണെന്നൊക്കെയുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാൻ കഴിയും. ആ വലിയ ഭാഗ്യശക്തി അല്ലെങ്കിൽ ആ ലോകം ഭരിക്കുന്ന വലിയ ശക്തികളുടെ സഹായങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അതിനനുകൂലമായ ചില സാഹചര്യങ്ങളൊക്കെ ഈ ദിവസങ്ങൾ ഒരുങ്ങി വരുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അങ്ങനെ പീഡന കാലത്ത് നിർമ്മിക്കപ്പെടുന്ന ദേവാലയത്തെയാണ് യോഹന്നാൻ തന്റെ ദർശനത്തിൽ അളക്കുന്നത്. 1-2 വാക്യങ്ങളിൽ അവൻ ദണ്ഡ് കൊണ്ട് അളക്കുന്നു എന്ന് പറയുന്നത് ആ പീഡന കാലത്ത് നിർമ്മിക്കപ്പെടുന്ന ദേവാലയത്തെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടതുപോലെ മുദ്രയിട്ടത് ഒരു ദൂതനാണ്. എന്നാൽ മുദ്രയിടപ്പെട്ട ആ കൂട്ടം വന്നു ചേർന്ന ദേവാലയവും യാഗപീഠവും അളക്കുവാൻ ഏൽപ്പിച്ചത് തന്റെ ഭക്തന്മാരെയാണ്. ഞാൻ അതിനോട് ചേർത്തൊരു ദൂത് പറഞ്ഞ് നിങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ടാവുമല്ലോ. ഇവിടെ അളക്കാതെ വിട്ടുകളഞ്ഞ ആ ഭാഗമായ പ്രകാരം പുറജാതികൾക്കുള്ളതാണെന്ന് പറയുന്നതിലൂടെ അവർ ചുറ്റുമുള്ളതിനൊക്കെ കൈവശമാക്കുമ്പോഴും ദൈവകൽപ്പനയാൽ ദൈവത്തിന് വേണ്ടി വേർതിരിച്ച അല്ലെങ്കിൽ അളന്ന് വേർതിരിച്ച ദൈവാലയവും യാഗപീഠവും അതിൽ നമസ്കരിക്കുന്നവരെയും ദൈവം കാണുന്നു, അല്ലെങ്കിൽ ദൈവം അറിയുന്നു, ദൈവം സംരക്ഷിക്കുന്നു എന്നുള്ളതിന് ഒന്നുകൂടെ ഉറപ്പിക്കുന്നതാണ് ഈ ചിന്ത. ഇത് ആത്മാവ് ഗ്രഹിക്കുമ്പോൾ ഓരോ ദൈവത്തിന്റെ മനസ്സിനൊരു കുളിർമ ഉണ്ടാകുന്നതാണ്, ഒരു ധൈര്യം ഉണ്ടാകുന്ന ഒന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ചിന്ത. ആ നിലയിൽ അതിനെ മനസ്സിലാക്കട്ടെ. ഞാൻ മുന്നോട്ട് പോകട്ടെ പെട്ടത്. തുടർന്നുള്ള വാക്യങ്ങളിൽ നമുക്ക് ദൈവത്തിന്റെ 2 സാക്ഷികൾ, അടുത്ത സംഭവത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ദൈവത്തിന്റെ 2 സാക്ഷികളുടെ ശുശ്രൂഷ കാണാം. അവരുടെ ശുശ്രൂഷകൾ ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗത്തെ അഥവാ എതിർ ക്രിസ്തുവിനെ കോപിപ്പിക്കുന്നു എന്ന് നമുക്ക് കാണാം. തുടർന്ന് അവർ 2 പേരും ഈ കൊല്ലപ്പെടുകയും നഗരത്തിന്റെ തെരുവീതിയിൽ അവരുടെ ശവം ആരും മറവ് ചെയ്യാതെ 3 ദിവസം കിടക്കുകയും ഇത് കാണുന്ന ലോക ജനത സന്തോഷിക്കുന്നു എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ 3 ദിവസത്തിന് ശേഷം 2 സാക്ഷികളുടെയും ശരീരങ്ങൾ പുനരുദ്ധാനം പ്രാപിച്ച് മേഘത്തിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് അതേ ഭൂവാസികൾ അതും കാണും. ആ സമയത്തുണ്ടാകുന്ന ഒരു ഭൂകമ്പം നഗരത്തിന്റെ 10-1 നശിപ്പിക്കുകയും തുടർന്ന് 7000 പേർ, ഒരു കണക്കോടെ കൊടുത്തിട്ടുണ്ട്, 7000 പേർ മരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അന്നേരം ഈ സംഭവത്തോടുകൂടി, ഇത് തീരുന്നതോടുകൂടി, ഇതോടുകൂടി 7ാമത്തെ കാഹളത്തിന് മുമ്പുണ്ടായിരുന്ന ഇടവേള എല്ലാം അവസാനിച്ചിട്ട് തുടർന്ന് കാഹളം മുഴക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അല്പം കൂടി വിശദമായിട്ട് തന്നെ നമുക്ക് പഠിക്കാം. ദൈവത്തിന്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുവാനും ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കുവാനുള്ള കൽപ്പന യോഹന്നാനിൽ ലഭിച്ചത് നാം കണ്ടല്ലോ. നമ്മൾ അതിനെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു. പീഡന കാലത്ത് തന്നിൽ ആശ്രയിക്കുന്ന ഇസ്രായേൽ ജനത്തെ സംരക്ഷിക്കുകയും കരുതുകയും ചെയ്യും എന്നുള്ളതിനെയാണ് ആ അളന്ന് വേർതിരിക്കുന്ന അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് അവരുടെ രക്ഷയ്ക്കായി അവരോട് ദൈവവചനം അറിയിക്കേണ്ടതിന് 2 സാക്ഷികളെ അയക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ആ ഇടയിൽ അവരോട് ദൈവവചനം പറയുന്നതും ദൈവത്തിന്റെ ചില കൽപ്പനകൾ അറിയിക്കേണ്ടതിനുമായിട്ട് 2 സാക്ഷികളെ ഭൂമിയിലേക്ക് അയക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. മഹാപീഡന കാലത്ത് ഭൂമിയിലെ ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾക്കായി വരം നൽകി അയക്കപ്പെടുന്ന ഈ 2 സാക്ഷികൾ, 14-ാം തീയതി കാണുന്ന ഈ 2 പേർ ആരാണെന്നോ അവർ എവിടെ നിന്നാണോ വരുന്നതെന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അവരുടെ പ്രവർത്തന രീതി, പ്രവർത്തന കാലാവധി, മരണം അല്ലെങ്കിൽ വിജയം, ഈ കാര്യങ്ങളൊക്കെ ഈ അധ്യായത്തിൽ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വേദപഠിതാക്കൾ ഇവരാരാണ് എന്നതിനെ കുറിച്ച് വിവിധ നിലയിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. വിവിധ കമന്ററിയിലും വിവിധ പഠനങ്ങളിലൊക്കെ നമുക്കിത് കാണാൻ കഴിയുന്നുണ്ട്. ഇനി ഒരു ആലങ്കാരിക ഭാഷാ പ്രയോഗം എന്ന നിലയിൽ പ്രതിരൂപങ്ങളായി പറയുകയാണെങ്കിൽ, സിംബോളിക്കലായിട്ട് പറയുകയാണെങ്കിൽ, പഴയ നിയമം പുതിയ നിയമമാണെന്ന് ചിലർ പറയുന്നു. വേറൊരു കൂട്ടർ പറയുന്നത് ഇസ്രായേലും ദൈവവചനവുമാണെന്ന് പറയുന്നു. വേറൊരു കൂട്ടർ പറയുന്നു ഇസ്രായേലും സഭയുമാണെന്ന് പറയുന്നു. ഇനി മറ്റൊരു കൂട്ടർ പറയുന്നത് ന്യായപ്രമാണവും പ്രവാചകന്മാരുമാണെന്ന് പറയുന്നു. ഇനി വേറൊരു കൂട്ടർ പറയുന്നത് ന്യായപ്രമാണവും സുവിശേഷവുമാണെന്ന്. ഇങ്ങനെ വിവിധ നിലയിൽ അതിനെ പ്രതിരൂപങ്ങളായി പറയാറുണ്ട്. എന്നാൽ ഇവിടെ ഈ 2 സാക്ഷികൾ നമ്മൾ വായിക്കുമ്പോൾ ഈ 2 സാക്ഷികളെ വ്യക്തികളായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ രീതികളും അവരുടെ സംഭാഷണങ്ങളും ഒക്കെ വ്യക്തികളായി തന്നെ പറഞ്ഞുകൊണ്ട് പ്രതിരൂപങ്ങളായി നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ വ്യക്തികൾ എന്ന നിലയിൽ ഇവരാരാണെന്നതിനെ കുറിച്ചുള്ള കുറെ അഭിപ്രായങ്ങളുമുണ്ട് വേദ പഠിതാക്കളുടെ ഇടയിൽ. അവർ പറഞ്ഞിരിക്കുന്നത്, ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് 2 ദൂതന്മാർ, 2 ദൈവദൂതന്മാർ. കാരണം ദൂതന്മാർ കടന്നു വരുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങൾ കണ്ടിട്ടുണ്ട്. 2 ദൈവദൂതന്മാരാണെന്നൊരു അഭിപ്രായമുണ്ട്. ഇനി 144,000 പേർ അന്ന് മുദ്രയിടപ്പെട്ടവരായി യെരൂശലേം അല്ലെങ്കിൽ യഹൂദരിൽ നിന്ന് 144,000 മുദ്രയിടപ്പെട്ട് അതിൽ 2 പേരാണെന്ന് പറയുന്നവരുണ്ട്. ഏലിയാവും യോഹന്നാൻ സ്നാപകനും വീണ്ടും വന്നവരാണെന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. ഹാനോക്കും ഏലിയാവുമാണെന്ന് പറയുന്നു. മറ്റൊന്ന് മോശയും ഏലിയാവുമാണെന്ന് പറയുന്നു. ഇനി വേറൊരു അഭിപ്രായമുള്ളത് മോശയുടെയും ഏലിയാവിന്റെയും ആത്മാവോടുകൂടെ വന്ന സാക്ഷികളാണെന്ന് പറയപ്പെടുന്നു. ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കാണുന്നുണ്ട്. എന്നാൽ അധികം
ആൾക്കാർ വിശ്വസിക്കുന്നത് അത് മോശയും ഏലിയാവും ആയിരിക്കുമെന്നാണ്. അതിന് പ്രധാന കാരണം മോശയുടെയും ഏലിയാവിന്റെയും ജീവിതകാലത്തുണ്ടായിരുന്ന സംഭവങ്ങളും അവർ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങളും രണ്ട് സാക്ഷികളുടെ ശുശ്രൂഷകളുമായി യോജിച്ചു വരുന്നു എന്നുള്ളതാണ്. നമ്മൾ പഴയ നിയമത്തിൽ ഏലിയാവിന്റെ ശുശ്രൂഷയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. മോശയുടേതും അല്ലെങ്കിൽ 10 ബാധകളും മിസ്രൈമിൽ ചെയ്തെടുത്ത ആ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇതെല്ലാം ഈ പറയുന്ന സാക്ഷികളുടെ പ്രവർത്തനവുമായി യോജിച്ചു വരുന്നുള്ളതുകൊണ്ട് അത് മോശയും ഏലിയാവും ആയിരിക്കുമെന്ന് അവർ ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാർ വിശ്വസിച്ചു വരുന്നു. മലാക്കി പ്രവചനത്തിൽ അതിന് ഒരു വാക്യവും അതിനോട് ചേർത്ത് ഞാൻ വായിക്കട്ടെ. മലാക്കി പ്രവചനം 4-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നത്: ഞാൻ ഹോറേബിൽ വെച്ച് എന്റെ എല്ലാ ഇസ്രായേലിനും വേണ്ടി എന്റെ ദാസനായ മോശയോട് കൽപ്പിച്ചിരിക്കുന്ന ന്യായപ്രമാണവും ചട്ടങ്ങളും വിധികളും ഓർത്തുകൊള്ളുവീൻ. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയാ പ്രവാചകനെ അയക്കും. ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. ഇവിടെ മോശയോട് ഏലിയാവിനെ ചേർത്തുള്ള ഈ പ്രവചനത്തിന്റെ നിവൃത്തിയായി വരുന്നതാണ് ഈ സാക്ഷികൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ നിലയിൽ നമുക്ക് അതിനെ കാണാൻ കഴിയും. ഇനി മറ്റൊരു കാരണം, കർത്താവായ യേശു ക്രിസ്തു മറുരൂപം മലയിൽ വെച്ച് രൂപാന്തരപ്പെട്ട സമയം നമുക്കറിയാം. ആ രൂപാന്തരപ്പെട്ട സമയത്ത് ശിഷ്യന്മാരുടെ മുമ്പാകെ മോശയും ഏലിയാവും അവരുടെ അടുക്കൽ വന്ന് കർത്താവിനോട് സംസാരിക്കുന്നത് ശിഷ്യന്മാർ കണ്ടല്ലോ. ആ വേദഭാഗം നമുക്കറിയാമല്ലോ. ആ ഒരു കാരണം കൊണ്ടും ഈ കടന്നു വരുന്ന സാക്ഷികൾ മോശയും ഏലിയാവും ആണെന്ന് വിശ്വസിക്കപ്പെടുന്നു. പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാന കാരണം ഞാൻ ആദ്യം പറഞ്ഞിരിക്കുന്ന പോലെ അവരുടെ ശുശ്രൂഷകൾ തന്നെയാണ്. അതിന്റെ 5-6 വാക്യങ്ങൾ, വെളിപ്പാട് ദിവസം 11-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങളിൽ അവരുടെ ശുശ്രൂഷകൾ അവിടെ കാണിക്കുന്നുണ്ട്. ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. അവർക്ക് ദോഷം വരുത്തുവാൻ ഇച്ഛിക്കുന്നവൻ ഇങ്ങനെ മരിക്കേണ്ടി വരും. അവരുടെ പ്രവചന കാലത്ത് മഴ പെയ്യാതെ വണ്ണം ആകാശം അടച്ചു കളയാൻ അവർക്ക് അധികാരമുണ്ട്. വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെയും സകല ബാധ കൊണ്ട് ഭൂമിയെ ദണ്ഡിപ്പിക്കാനും അധികാരമുണ്ട്. എന്നാൽ ഈ ശുശ്രൂഷകളൊക്കെ കാണുമ്പോൾ ഇത് മോശയും ഏലിയാവും ചെയ്തെടുത്താണ്. അവരുടെ കാലഘട്ടത്തിൽ സംഭവിച്ച അത്ഭുതങ്ങളാണ്. ആകാശത്ത് നിന്ന് തീയിറക്കുന്നതും മഴയും തടഞ്ഞു നിർത്തുന്നതും വെള്ളത്തെ രക്തമാക്കുന്ന ഈ ബാധകളെ കുറിച്ചൊക്കെ നമുക്കറിയാം. ഇതൊക്കെ സംഭവിക്കുന്നത് ഈ 2 പ്രവാചകന്മാരുടെ കാലത്തായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതിന്റെ ഒരു പ്രധാന കാരണം. എങ്ങനെയൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും വാദഗതികളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ അതിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നത്, അന്ന് ഞാൻ എന്റെ 2 സാക്ഷികൾക്ക് വരം നൽകുമെന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്റെ 2 സാക്ഷികൾക്ക് 3-ാം വാക്യത്തിൽ നിന്ന് കാണുന്നുണ്ട് എന്ന് പറയുന്നതിലൂടെ മോശയുടെയും ഏലിയാവിന്റെയും ആത്മശക്തിയാൽ വരുന്ന 2 പേർ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ നിലയിൽ നമുക്ക് അതിനെ ഗ്രഹിക്കാൻ കഴിയും. അതായത് മോശയും ഏലിയാവും അവർ തന്നെ മടങ്ങി വരുന്നു എന്നതിനേക്കാൾ മോശയുടെയും ഏലിയാവിന്റെയും അതേ ആത്മാവിലും ശക്തിയാലും കടന്നു വരുന്ന 2 പേർ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി കർത്താവ് അയക്കുന്ന ഈ 2 സാക്ഷികളുടെ ശുശ്രൂഷകളുടെയും പ്രവർത്തന രീതിയും അധികാരം കണക്കിലെടുത്താൽ ഇവർ മോശയിലെ അവനുള്ള ആ കാര്യങ്ങൾ നമുക്ക് ആ നിഗമനത്തിൽ തന്നെ മുന്നോട്ട് പോകാം. അത് അങ്ങനെ നിൽക്കട്ടെ, കുഴപ്പമില്ല. എന്നാൽ ഇവർ ആരാണെന്ന് വേദപുസ്തകത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയത്തില്ല. ഇവർ മോശയും ഏലിയാവുമാണ് എന്ന് ഉറപ്പിച്ച് ഞാൻ ഇവിടെ പറയുന്നത് ശരിയല്ല. അത് ദൈവത്തിന്റെ കരത്തിലിരിക്കുന്ന കാര്യമാണ്, നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് കഴിയുന്നില്ല. ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോശയും ഏലിയാവും അല്ലെങ്കിൽ മോശയുടെയും ഏലിയാവിന്റെയും ആത്മാവിനോടും ശക്തിയോടും വെളിപ്പെടുന്ന 2 പേരോ ആയിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് കർത്താവിന്റെ സാക്ഷികൾ എന്ന നിലയിൽ ഇവരുടെ പ്രവർത്തനങ്ങളെ നമുക്ക് നോക്കാം. അവർ രട്ടെടുത്തുകൊണ്ട് 1260 ദിവസം പ്രവചിക്കും. അവരുടെ പ്രവർത്തനം അല്ലെങ്കിൽ അവരുടെ പ്രവചനം മുഴുവൻ രട്ടെടുത്തുകൊണ്ടായിരുന്നു. നമുക്കറിയാം, ചണനൂൽ കൊണ്ടുണ്ടാക്കിയ ആ വസ്ത്രത്തെ അല്ലെങ്കിൽ നമ്മൾ ചാക്കുണ്ടാക്കുന്ന ചണനൂല, അങ്ങനെയുള്ള ചണനൂൽ കൊണ്ടുണ്ടാക്കിയ വസ്ത്രത്തിനാണ് രട്ട് എന്ന് പറയുന്നത്. പഴയ നിയമകാലത്ത് സാധാരണയായി രട്ടെടുക്കുന്നത് ദുഃഖവേളയില്, വിലാപ സമയത്ത്, അനുതാപം തോന്നുന്ന അല്ലെങ്കിൽ മാനസാന്തരം തോന്നുന്ന സമയത്ത് അല്ലെങ്കിൽ മാനസാന്തരപ്പെടുന്ന സമയത്ത്, വിനയം പ്രകടിപ്പിക്കുന്ന സമയത്ത്, ഈ സമയങ്ങളിലൊക്കെയാണ് പഴയ നിയമ കാലഘട്ടത്തിൽ സാധാരണയായി രട്ടെടുക്കാറുള്ളത്. ഇനി ചില പ്രവാചകന്മാരും അവരുടെ ശുശ്രൂഷ കാലഘട്ടം മുഴുവൻ രട്ടെടുത്തതായിട്ടും നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ മഹാപീഡന കാലത്ത് അവിശ്വാസികളായ ഭൂവാസികൾ ലോകമോഹങ്ങളിൽ വശീകരിക്കപ്പെട്ട് ആഡംബരത്തിൽ മുഴുകുമ്പോൾ നിയോഗം പ്രാപിച്ച ഈ 2 സാക്ഷികൾ രട്ടെടുത്തവരായി അന്നുള്ള ഭൂവാസികളോട് 3.5 വർഷം ദൈവത്തിന്റെ ന്യായവിധികൾ അടങ്ങിയ സന്ദേശം അറിയിക്കുന്നു.
ഒരു കാര്യം ഞാൻ എന്നോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, എപ്പോഴും ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ സൗന്ദര്യത്തിൽ നിന്നും ദൈവികതയിൽ നിന്നും നമ്മെ അകറ്റുന്നത് ലോകമോഹങ്ങളാണ്. അത് നമ്മൾ അറിയാതെ നമ്മളെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരുന്നതാണ്. അത് കാലം കഴിയുന്തോറും അതിന്റെ എഫക്ട് അല്ലെങ്കിൽ അതിന്റെ സ്വാധീനം വർദ്ധിച്ചു വരുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എപ്പോഴും നമ്മൾ പെട്ടെന്നൊന്നും ഗ്രഹിക്കുകയോ എപ്പോഴൊന്നും നമ്മൾ സമ്മതിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒന്നാണ് നമ്മളെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ലോകമോഹം. ഞാൻ അതിൽ അല്പം കൂടെ ഞാൻ പിന്നീട് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ സാക്ഷികളുടെ രൂപത്തിൽ നിന്നും സന്ദേശത്തിൽ നിന്നും പ്രബോധനം ഉൾക്കൊണ്ടുകൊണ്ട് വലിയ ദുഃഖത്തിന്റെയും വിലാപത്തിന്റെയും നാളുകൾ അടുത്തു വരുന്നതിനാൽ നമുക്കും വിനയമുള്ളവരായി അനുതാപ ഹൃദയത്തോട് കർത്താവിന്റെ അടുക്കൽ ചെല്ലാം. ഈ കാലഘട്ടത്തിൽ ഞാൻ നമ്മൾ പറഞ്ഞ ഈ കാലഘട്ടത്തിലും ആഡംബരത്തിനും ലൗകികതയ്ക്കൊക്കെ വൃഥാ ന്യായീകരണങ്ങൾ നമ്മളിപ്പോഴും ഒക്കെ പലതിനെയൊക്കെ ചോദിക്കുമ്പോൾ, പല പ്രോഗ്രാമുകളെ കുറിച്ച് ചോദിക്കുമ്പോൾ, ചില നടപടികളെ കുറിച്ച് ചോദിക്കുമ്പോൾ, ചില ആചാരങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ വൃഥാ ന്യായീകരിക്കാൻ ഒത്തിരി വാദങ്ങൾ കൊണ്ടുവരുന്ന ഒത്തിരി പേര് അതിൽ മുഴുകുന്ന, അങ്ങനെ ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ അതൊക്കെ ഒരുക്കി അതിൽ മുഴുകുന്ന പെന്തക്കോസ്തുകാരെ ഒത്തിരി നാം കണ്ടിട്ടുണ്ട്. ഒന്ന് തിരിഞ്ഞ് 25-30 വർഷങ്ങൾ പിന്നോട്ട് ചിന്തിച്ചാൽ വേർപാടിന് വേണ്ടി വലിയ വില കൊടുത്ത, അതെല്ലാം നല്ലതിനും പ്രതിഫലമുള്ളതെന്നും ചിന്തിച്ച ആ നാളുകളിൽ നിന്ന് നാം എത്രമാത്രം പിന്നോട്ട് പോയി എന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. അന്ന് തലമുറകളെ വേർപാടിന്റെയും വിശുദ്ധിയുടെയും ഉപദേശങ്ങൾ പറഞ്ഞു കൊടുത്ത് തിരുത്തിച്ച പിതാക്കന്മാരുടെ സ്ഥാനത്ത് ഇന്ന് തലമുറകളുടെ ജഡീകുല്ലാസങ്ങളെ അവരുടെ കൂട്ടത്തിൽ ചേർന്ന് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം വന്നിരിക്കുന്നത്. അതിനെ ന്യായീകരിക്കാൻ നമ്മളും കൂടുന്നു എന്നുള്ള ആ വലിയ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മളെ ഏറ്റവും പെട്ടെന്ന് കീഴ്പ്പെടുത്തുന്നത്, ദൈവത്തിന് ഏറ്റവും ഹിതമല്ലാത്തത്, ലോകമഹത്വം, ദൈവത്തോട് ശത്രുത്വം എന്ന് പറയുന്നത് ആ നിലയിൽ അതിനെ കാണാൻ കഴിയാതെ, അതിനെ ഗ്രഹിക്കാൻ കഴിയാതെ ആ തലങ്ങളിലേക്ക് പല സന്ദർഭങ്ങളും നാം വീണു പോകുന്നു, നാം അല്ലെങ്കിൽ ഇറങ്ങിപ്പോയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, ഈ ന്യായവിധികളുടെ ദൂതിനു മുമ്പിൽ നിശ്ചയമായ ഒരു മടങ്ങിവരവ് നമുക്ക് വേണം. നമുക്ക് അതിനായി ഒരുക്കാം. ഒരു ചെറിയ കൂട്ടമാണെങ്കിലും നമുക്കൊരു മടങ്ങിവരവനായിട്ട് നമുക്ക് സമർപ്പിക്കാം. കാണുന്നതെല്ലാം നശ്വരമാണ്, എന്നാൽ കാണാത്ത ചിലത്, വിശ്വാസത്താൽ കണ്ടെത്തുന്ന അനശ്വരമായ ചിലതിനെ ചേർത്ത് പിടിക്കാൻ ദൈവം കൃപ നൽകട്ടെ. ഞാനത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ കേൾക്കുന്ന ചുരുക്കം ചിലരാണെങ്കിലും അങ്ങനെ ചിലത് അനശ്വരമായത്, നശിച്ചു പോകാത്ത ചിലതിനെ ചേർത്ത് പിടിക്കുവാൻ ദൈവം ഇന്ന് രാത്രി നമുക്ക് കൃപ നൽകട്ടെ. അതിനായി ദൈവം നമ്മളെ നടത്തട്ടെ. ഇനി ഈ അടുത്ത വാക്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ സാക്ഷികളുടെ വ്യക്തിത്വത്തെ അവിടെ വെളിപ്പെടുത്തുന്ന കാണുന്നുണ്ട്. 15-ന്റെ 4-ാം വാക്യം, അവർ ഭൂമിയുടെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവു വൃക്ഷവും 2 നിലവിളക്കുമായിരുന്നു. അതായത് അവർ ഭൂമിയുടെ ഉടയവന്റെ അല്ലെങ്കിൽ ഭൂമിയുടെ കർത്താവിന്റെ അല്ലെങ്കിൽ ഭൂമിയുടെ നാഥന്റെ മുമ്പിൽ നിൽക്കുന്ന 2 ഒലിവു മരങ്ങളും 2 നിലവിളക്കുകളുമാകുന്നു. ഇവിടെ പറയുന്ന ഒലിവു മരങ്ങളും നിലവിളക്കുകളും വിശദീകരിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു പഴയ നിയമ വേദഭാഗമാണ് സെഖര്യാവിന്റെ പ്രവചനത്തിലെ 4-ാം അധ്യായം. അതിൽ നിന്നുള്ള ചില വാക്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും വായിക്കാറുണ്ട്. സെരുബ്ബാബേലിന് മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതങ്ങളുള്ള ഭാഗങ്ങളൊക്കെ നമുക്കറിയാം. അവിടെ സെഖര്യാവിനുണ്ടാകുന്ന 5-ാമത്തെ ദർശനം ഒരു വിളക്ക് തണ്ടും ഒലിവു വൃക്ഷങ്ങളുമായിരുന്നു. സമാഗമന കൂടാരത്തിൽ അല്ലെങ്കിൽ ദേവാലയത്തിൽ വിശുദ്ധ സ്ഥലത്ത് വെച്ചിരിക്കുന്ന പൊൻനിലവിളക്ക് അവിടെയുള്ള ശുശ്രൂഷകൾക്ക് പ്രകാശം നൽകിയിരുന്നു എന്ന് നമുക്കറിയാം. കാരണം ആ പൊൻനിലവിളക്കിൽ നിന്നുള്ള പ്രകാശമാണ് അവിടെ എല്ലാം വ്യാപിച്ചിരുന്നത്. അത് നമുക്കറിയാം. അത് മുടങ്ങാതെ പ്രകാശിക്കേണ്ടതിന്, അതിനൊരു മുടക്കവും വരാതിരിക്കേണ്ടതിന് അതിൽ എണ്ണ പകരുവാൻ അവിടെ ചുമതലപ്പെട്ട അല്ലെങ്കിൽ ചുമതല ഏൽപ്പിച്ച ആളുകൾ, അതിന് ശുശ്രൂഷക്കാർ ഉണ്ടായിരുന്നു. എന്നാൽ സെഖര്യാ പ്രവചനത്തിലെ നിലവിളക്കിലേക്ക് എണ്ണ പകരപ്പെടുന്നത് അതിന് സമീപമായി. അവിടെ ഒരു നിലവിളക്ക് കാണുന്നു. ആ നിലവിളക്കിന് പ്രകാശം പകരുവാൻ, ആ നിലവിളക്കിലേക്ക് എണ്ണ പകരുന്നതിന് അതിന് ഇരുവശം നിൽക്കുന്ന ഒലിവ് മരങ്ങളിൽ നിന്നും നേരിട്ടാണ്. ഒലിവ് മരം, അത് സാധാരണ നമുക്ക് ഒരു ഒലിവ് മരം അതിന്റെ കായ് കൃഷി ചെയ്ത് ഇടിച്ചെടുത്ത് അത് ശുദ്ധി ചെയ്ത് അത് ദേവാലയത്തിൽ കൊണ്ടുവന്ന് ദേവാലയത്തിലെ പുരോഹിതന്മാരോ അല്ലെ ശുശ്രൂഷക്കാരോ അത് വിളക്കിൽ ഒഴിച്ച് കത്തിച്ച് അതിന് പകരം ഒലിവ് മരം നേരിട്ട് എണ്ണ പകരപ്പെടുന്ന ഒരു ദർശനമാണ് സെഖര്യാവ് അവിടെ കൊടുക്കുന്നത്. പ്രവാസത്തിൽ നിന്ന് മടങ്ങിയെത്തിയവർ, ഏത് പ്രവാസം? ബാബേൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങിയെത്തിയവർ, 70 വർഷത്തെ ബാബേൽ പ്രവാസം കഴിഞ്ഞ് സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ മടങ്ങിയെത്തിയവർ അവർ ദേവാലയം പണി ആരംഭിച്ചു. സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ ആ സമയത്ത് വലിയ തടസ്സങ്ങളും നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങളും അവർക്കുണ്ടായി. ഈ അവസരത്തിൽ സെഖര്യാവിന്റെ ദർശനത്തിലെ നിലവിളക്കുകൾ നേരിട്ട് ഒലിവ് വൃക്ഷത്തിൽ നിന്ന് എണ്ണ ലഭിച്ചതുപോലെ ദൈവകൃപയാലും ശക്തിയാലും ദൈവാലയത്തിന്റെ പണി പൂർത്തീകരിക്കപ്പെടുന്നത് സെരുബ്ബാബേലിന് ദൈവത്തിൽ നിന്ന് ഒരു ഉറപ്പ് ലഭിച്ചിട്ടു. ആ ഉറപ്പിനെ കുറിച്ചാണ് ആ ഫൈദഫാൻ കടന്നത്. ആ 2 ഒലിവ് മരങ്ങളും വിളക്കുകളും സൂചിപ്പിക്കുന്നത് എന്താണെന്ന് അതിന്റെ അവസാന വാക്യങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കുന്ന സെഖര്യാ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ.
അതിന് ഞാൻ അവനോട്, വിളക്ക് തണ്ടിന് ഇടതു ഭാഗത്തും വലതു ഭാഗത്തുമുള്ള 2 ഒലിവ് മരം എന്താകുന്നു എന്ന് ചോദിച്ചു. ഞാൻ 2ാം പ്രാവശ്യം അവനോട്, പൊന്നുകൊണ്ടുള്ള 2 നാളത്തിനരികെ പൊന്നിറമായ എണ്ണ ഒഴുകുന്ന 2 ഒലിവ് കമ്പ് എന്ത് എന്ന് ചോദിച്ചു. അവൻ എന്നോട്, ഇതെന്താകുന്നു നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല യജമാനനെ എന്ന് ഞാൻ പറഞ്ഞു. അതിന് അവൻ, ഇവർ സർവ്വഭൂമിയുടെയും കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 അഭിഷിക്തന്മാർ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, മഹാപുരോഹിതനായിരുന്ന യോശുവായും ഗവർണറായിരുന്ന സെരുബാബേലുമായിരുന്നു ആ അഭിഷിക്തന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്ന 15ാം അധ്യായത്തിലെ അവരതല്ല എന്ന് ഉദ്ദേശിക്കുന്നത്. അത് തുല്യമായ ആ ശുശ്രൂഷ, നമ്മൾ ഒലിവ് വൃക്ഷവും വിളക്കും എന്നുള്ള അതിനെക്കുറിച്ചൊന്നും അതിനൊന്ന് വ്യാഖ്യാനിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സംഭവങ്ങളൊന്ന് പഠിച്ചത്. ഇവിടെ പീഡന കാലത്ത് ദൈവഹിതത്തിനായി നിൽക്കുന്ന നിലവിളക്കും അത് ശോഭിക്കുവാൻ അതിനെ ശോഭിക്കുവാൻ വേണ്ട എണ്ണ പകർന്നു കൊടുക്കുവാൻ നിൽക്കുന്ന ഒലിവ് വൃക്ഷവും പോലെ ആയ, അതേപോലെ അതിന് തുല്യമായ നിലയിലായ 2 അഭിഷിക്തന്മാർ അല്ലെങ്കിൽ 2 സാക്ഷികളെയാണ് യോഹന്നാൻ തന്റെ ദർശനത്തിൽ കാണുന്നത്. ദൈവം അധികാരവും ശക്തിയും നൽകി അയക്കപ്പെട്ട ഈ 2 സാക്ഷികളും ഒലിവ് വൃക്ഷം എന്ന നിലയിൽ ദൈവത്തിന്റെ അഭിഷിക്തരും നിലവിളക്ക് എന്ന നിലയിൽ അന്ധകാര ലോകത്തിന് വെളിച്ചം പകരുവാനുമായി വന്നതാണ്. ഇതിന് കുറെ കൂടെ ആത്മീയ സന്ദേശം, ആത്മീയ അർത്ഥം വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. ദൈവത്തിൽ അഭയം പ്രാപിക്കാത്ത ഭൂവാസികൾക്കുണ്ടാകുന്ന അതികഠിനമായ ശിക്ഷാവിധികൾ ഉൾക്കൊള്ളുന്ന അവരുടെ പ്രബോധനം അല്ലെങ്കിൽ അവരുടെ പ്രസംഗങ്ങൾ, പ്രവചനങ്ങൾ ഭൂവാസികളെ ഭ്രമിപ്പിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവർ എല്ലാവരുടെയും ശത്രുക്കളായി തീരും. ഈ കാലഘട്ടത്തിൽ മനുഷ്യരെ അല്ലെങ്കിൽ ദൈവമക്കളെ അല്ലെങ്കിൽ വിശ്വാസികൾ എന്ന് പറയുന്നവരെ അവരെ വേദനിപ്പിക്കാതിരിക്കുവാൻ പ്രസംഗകരൊക്കെ ശ്രമിക്കുമ്പോൾ, പ്രസംഗകർ ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും ആശ്വാസകരമായ രീതിയിൽ എല്ലാ വചനങ്ങളെയും മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പറയുന്ന ഈ 2 സാക്ഷികളുടെ പ്രസംഗങ്ങൾ എല്ലാവരെയും ദണ്ഡിപ്പിക്കുകയും ഭ്രമിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അവർ. അതുകൊണ്ട് അവർ എല്ലാവരുടെയും ശത്രുക്കളാണ്. ഈ കാലഘട്ടത്തിൽ ദൈവമക്കൾ ആരുടെയും ശത്രുക്കളാകുവാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് അത് അങ്ങനെയൊന്നും ചെയ്യാത്തതെന്ന് നമുക്ക് ചിന്തിക്കാം. എന്നാൽ അതൊന്നും ഈ പറയുന്ന 2 സാക്ഷികൾ അവരുടെ മുമ്പിൽ അതൊന്നും ഇല്ലായിരുന്നു. അവർക്ക് കിട്ടിയിരിക്കുന്ന കൽപ്പനകൾ, അവർക്ക് കിട്ടിയിരിക്കുന്ന നിയോഗങ്ങളായിരുന്നു അവരുടെ മുമ്പിൽ ഏറ്റവും വലുതായി അവർ ഏറ്റെടുത്തിരുന്നത്. ഇങ്ങനെ എല്ലാവരും ശത്രുക്കളായതുകൊണ്ടൊന്നും അവരുടെ ശുശ്രൂഷകൾക്ക് ഒരു തടസ്സവും വന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 5ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. അവർക്ക് ദോഷം വരുത്തുവാൻ ഇച്ഛിക്കുന്നവൻ ഇങ്ങനെ മരിക്കേണ്ടി വരും. അതായത് തീയാകുന്ന ദൈവവചനത്തിന്റെ ശക്തിയാലും അവരുടെ ഹിതത്താലും പ്രാർത്ഥനയാലും ദൈവ സ്വർഗത്തിൽ നിന്ന് അഗ്നി അയച്ച് നശിപ്പിക്കും, അല്ലെങ്കിൽ അഗ്നി അയച്ച് പ്രതിപ്രവർത്തിക്കും, അല്ലെങ്കിൽ അത് തത്സമയം തന്നെയുള്ള പ്രതിപ്രവർത്തനം ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് ആ ഭാഗങ്ങൾ മനസ്സിലാക്കുന്നത്. ഇനി 6-7 സൃഷ്ടിയെ കുറിച്ച് കാണുന്നുണ്ട്. 6-7 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, അവരുടെ പ്രവചന കാലത്ത് മഴ പെയ്യാതെ വണ്ണം ആകാശം അടച്ചു കളവാൻ അവർക്ക് അധികാരമുണ്ട്. വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെയും സകല ബാധ കൊണ്ട് ഭൂമിയെ ദണ്ഡിപ്പാനും അധികാരമുണ്ട്. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളയും. ഇവിടെ പറയുന്ന, നമ്മൾ മുമ്പ് അത് ചിന്തിച്ചതാണ്, ഇവിടെ പറയുന്ന ഈ അത്ഭുത പ്രവർത്തികളൊക്കെ മോശയുടെയും ഏലിയാവിന്റെയും കാലത്ത് നടന്നതാണ്. 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം ശക്തി പറഞ്ഞ അയച്ച ഈ 2 സാക്ഷികളുടെ രക്തസാക്ഷി മരണമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരുടെ ഭൂമിയിലുള്ള ആ സാക്ഷ്യ സമയം കഴിയുമ്പോൾ അവരുടെ ശുശ്രൂഷ എങ്ങനെയാണെന്ന് കണ്ടു, അവർ എന്തൊക്കെ അത്ഭുതങ്ങൾ ചെയ്യുന്നു എന്ന് കണ്ടു. ഈ കാര്യങ്ങളൊക്കെ, അതായത് ഇവരുടെ സാക്ഷ്യ സമയം, അവരുടെ ശുശ്രൂഷ സമയം കഴിയുമ്പോൾ ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് യുദ്ധം ചെയ്ത് അവരെ ജയിച്ച് കൊന്നുകളവാൻ ഇടയാകുന്നു എന്ന് നമുക്ക് ഗ്രഹിക്കാം, നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ അതിന്റെ 7ാം വാക്യത്തിൽ ഇത് പറയുന്നുണ്ട്, അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ചു കൊന്നുകളയും. ഇവിടെ ആഴമെന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആഴമെന്ന പദം ഉദ്ദേശിക്കുന്നത് അഗാധകൂപത്തെയാണ്. അഗാധകൂപം നമ്മൾ പഠിച്ചിരുന്നു. അഗാധകൂപത്തിൽ നിന്ന് കയറി വരുന്ന ചില ദുഷ്ടാത്മാക്കളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച മുമ്പ് നമ്മൾ പഠിച്ചിരുന്നതാണ്. ആ ദുഷ്ടാത്മാക്കളെ കുറിച്ചും അവരുടെ പ്രവൃത്തികളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. അന്നേരം ഇവിടെ കയറി വരുന്നു എന്ന് പറയുന്ന മൃഗത്തെ എതിർ ക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. എതിർ ക്രിസ്തുവാണ് ഇവിടെ ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം എന്ന് സൂചിപ്പിക്കുന്നത്. അന്നേരം ഈ പറയുന്ന സാക്ഷികളുടെ സാക്ഷി സമയത്ത് അവരെങ്ങനെയായിരുന്നു രട്ടുടുത്തായിരുന്നു സൃഷ്ടിച്ചത്. ആ രട്ടുടുക്കുന്നത് വിലാപത്തെ കാണിക്കുന്നു, ദുഃഖത്തെ കാണിക്കുന്നു, അനുതാപത്തിന് വേണ്ടി ഒരു ആഹ്വാനമുണ്ട്, താഴ്മയ്ക്ക് വേണ്ടി ഒരു ആഹ്വാനമുണ്ട്, മാനസാന്തരത്തിന് വേണ്ടി ഒരു ആഹ്വാനമുണ്ട്. ഇങ്ങനെയുള്ള ഇതിലൊക്കെ അധിഷ്ഠിതമായ ഈ ഇവരുടെ ശുശ്രൂഷയെ ആർക്കും എതിർക്കാൻ കഴിയുന്നില്ല, ആർക്കും അവരെ തോൽപ്പിക്കുവാനോ ആർക്കും അവരെ അടക്കുവാൻ കഴിയുന്നില്ല. അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ അവരുടെ പ്രവചന കാലം മുഴുവൻ ദൈവത്താൽ സുരക്ഷിതമായിരുന്ന ഈ 2 സാക്ഷികൾ അവരുടെ ശുശ്രൂഷ തികച്ചപ്പോൾ അവർ കൊല്ലപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രിയമുള്ളവരെ,
പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും കഴിഞ്ഞ നാളുകളിലുള്ള സഭാ ചരിത്രങ്ങൾ നോക്കുകയാണെങ്കിലും അനേകം ദൈവദാസന്മാരുടെ അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ ശുശ്രൂഷാന്ത്യത്തിൽ ശത്രുക്കൾ അവരെ കീഴടക്കുവാനും കൊല്ലുവാനും ഇടയായത് അല്ലെങ്കിൽ ഇടയായ ആ സന്ദർഭങ്ങളൊക്കെ നമുക്കറിയാം. അത് ദൈവം ശത്രുവിനെ അനുവദിച്ചാൽ മാത്രമാണ് അത് സംഭവിക്കുന്നത് എന്നുള്ളത് നാം ഗ്രഹിക്കട്ടെ, നാം മനസ്സിലാക്കട്ടെ. അതായത് അവർ തങ്ങളുടെ ശുശ്രൂഷ തികച്ചതിനോടനുബന്ധിച്ച് ദൈവം അവരെ തിരിച്ചു വിളിച്ചു എന്ന് മനസ്സിലാക്കാം. കാരണം നമുക്ക് വിചാരിക്കാൻ കഴിയുന്നില്ല, ശത്രുവോട് ജയം കൊണ്ടുവന്നൊരു പദമുണ്ട്, അതൊരു താൽക്കാലിക ജയമാണ്. അത് ശത്രുവിന്റെ ജയം എന്ന് പറയുന്നതിന് ഒരു പ്രസക്തിയും ഇല്ല, അതൊരു താൽക്കാലിക ജയമായതുകൊണ്ട്. അന്നേരം അവിടെ നമ്മൾ പലപ്പോഴും ചിന്തിക്കും ആ കാര്യങ്ങളിൽ, ആ ദേശത്ത് അവിടുത്തെ പ്രവർത്തനങ്ങളിൽ ശത്രുവിന് ഭയങ്കരമായ ജയമാണ്, ശത്രു ഭയങ്കരമായിട്ട് മുന്നിട്ട് നിൽക്കുകയാണ്. അതൊന്നുമില്ല, ദൈവം അനുവദിക്കുന്നതുകൊണ്ട് മാത്രമാണ് അവിടേക്ക് അതൊക്കെ സംഭവിച്ചു പോകുന്നത്. അന്നേരം ഇങ്ങനെയുള്ള വിശ്വാസികളുടെ മേൽ, ഭക്തന്മാരുടെ മേൽ ഇങ്ങനെ ശത്രു ചിലപ്പോൾ താൽക്കാലിക ജയം നേടുമ്പോൾ അവരുടെ ശുശ്രൂഷ അവസാനിച്ചു എന്നുള്ളതിനെ നമുക്ക് കാണിക്കാം. വിശ്വാസവും പ്രത്യാശയുമുള്ള ഒരു ദൈവ പൈതൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഒരിക്കലും ഒരു പരാജയമായി കാണേണ്ടതില്ല, ഒരിക്കലും ഒരു പരാജയമായി എണ്ണേണ്ടതില്ല. അതോടുകൂടി ഏതെങ്കിലും വിധത്തിലുള്ള ഇങ്ങനെയുള്ള മരണമുള്ളവരെ നമുക്ക് വിധിക്കുവാനും നമുക്ക് കഴിയുകയില്ല. അത് ദൈവത്തിന്റെ കരത്തിലിരിക്കുന്നു, ദൈവത്തിന്റെ ഹിതത്താൽ സംഭവിക്കുന്നതാണെന്നുള്ളത് നാം ഗ്രഹിക്കട്ടെ. നാം അങ്ങനെ അതിനെ എടുക്കാൻ കഴിയുള്ളൂ. ഇവിടെ ഈ രണ്ട് സാക്ഷികളെ ജയിച്ച് അവരെ കൊല്ലപ്പെടുന്ന അന്തിക്രിസ്തു അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിനാൽ ഇത് സംഭവിക്കുമ്പോൾ എതിർ ക്രിസ്തുവിന് ഒരു താൽക്കാലിക ജയമാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ തുടർന്നുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. 8 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോം എന്നും മിസ്രയീം എന്നും പേരുള്ളതായ മഹാനഗരത്തിന്റെ വീതിയിൽ അവർ കിടക്കും. സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. അവരുടെ ശവം കല്ലറയിൽ വെപ്പാൻ സമ്മതിക്കുകയില്ല. ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ഡിപ്പിച്ചതുകൊണ്ട് ഭൂവാസികൾ അവർ നിമിത്തം സന്തോഷിച്ച് ആനന്ദിക്കുകയും അന്യോന്യം സമ്മാനം കൊടുത്തേക്കുകയും ചെയ്യും. ഇവിടെ യെരുശലേമിനെ സോദോം എന്നും മിസ്രയീം എന്നും സംബോധന ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ സംബോധന ചെയ്യുന്നതിന് ഒരു കാരണം ആ പട്ടണത്തിന്റെ ആത്മീയ അധപ്പതനം മൂലമാണ്, ആത്മീയമായിട്ടുള്ള അതിന്റെ അധപ്പതനം മൂലമാണ് ആ പട്ടണത്തെ സോദോം എന്ന, യെരുശലേം എന്ന, അല്ലെങ്കിൽ യഹൂദന്മാരുടെ അഭിമാനമായ ദൈവത്തിന്റെ സ്വന്തം പട്ടണം എന്ന്, ദാവീദിന്റെ പട്ടണം എന്നൊക്കെ അറിയപ്പെടുന്ന ആ പട്ടണത്തെ അങ്ങനെ സംബോധന ചെയ്യുവാൻ കാരണമായി തീരുന്നത് ആ പട്ടണത്തിന്റെ ആത്മീയ അധപ്പതനം മൂലമാണ്. പഴയ നിയമത്തിൽ സോദോം തകർന്ന ധാർമ്മിക നിലവാരത്തെ, ഞാനത് കൂടുതൽ വിശദീകരിക്കണം, നമുക്ക് അതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം. ധാർമ്മിക നിലവാരത്തെ കാണിക്കുന്ന ഒന്നാണ് സോദോം പോലെ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് ഗ്രഹിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയുമല്ലോ. അതിനെപ്പോലെ മിസ്രയീം എന്ന് പറഞ്ഞാൽ ആത്മീയ അടിമത്തത്തെയാണ്. ഒരിക്കലും ആരാധിപ്പാൻ, ദൈവത്തെ സേവിപ്പാൻ, ദൈവത്തിങ്കിലേക്ക് വിടുവാൻ സമ്മതിക്കാതെ തടഞ്ഞു നിർത്തുന്ന ആത്മീയ അടിമത്തത്തെയാണ് മിസ്രയീം എന്ന പദം കൊണ്ട് അല്ലെങ്കിൽ മിസ്രയീം എന്ന പേരുകൊണ്ട് അവിടെ നിന്ന് കാണിക്കുന്നത്. ഈ പറയുന്ന സ്ഥലങ്ങളിൽ നിന്ന്, സോദോമിൽ നിന്ന് ലോത്തിനെ കരം പിടിച്ച് പട്ടണത്തിന് പുറത്തു കൊണ്ടുവന്നതുപോലെ തന്റെ വലങ്കരം പിടിച്ച് നമ്മളെ ഓരോരുത്തരെയും ഇറക്കി കൊണ്ടുവന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയത നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ആ ധാർമ്മിക അധപ്പതനമുള്ള പട്ടണങ്ങളിൽ നിന്നും കൂട്ടത്തിൽ നിന്നും ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ച് കരം പിടിച്ച് പുറത്തു കൊണ്ടുവന്നത്. ഇന്ന് രാത്രി ആത്മാവിൽ അത് ഗ്രഹിക്കട്ടെ, ആത്മാവിൽ അതൊന്ന് കാണട്ടെ. ഇനി അറിയാം, അതുപോലെ തന്നെ മിസ്രയീമിലേക്ക് നോക്കുകയാണെങ്കിൽ വിവിധ ബാധകളെയും അടയാളങ്ങളെയും വെളിപ്പെടുത്തി തന്റെ ഭുജബലത്താൽ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്നും വെടിവെച്ചത് നമ്മളെല്ലാവരും ആ വലിയ ആത്മീക സ്വാതന്ത്ര്യം അനുഭവിക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ ആ ആത്മീയ അടിമത്തത്തിൽ നിന്നും വെടിവെച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചത്. അന്നേരം ആ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ വേണ്ടിയാണ് നമുക്ക് ദൈവം വെച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ യെരുശലേമിനെ സംബോധന ചെയ്യുന്നത്, അതായത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ക്രൂശ് മരണത്തിന് സാക്ഷ്യം വഹിച്ച അതേ യെരുശലേം പട്ടണത്തിന്റെ തെരുവീതിയിൽ ദൈവത്തിന്റെ വിശ്വസ്ത സാക്ഷികൾ, ആ സാക്ഷികളുടെ ശരീരം, ഭക്തന്മാരുടെ അല്ലെങ്കിൽ ഈ 2 പ്രവാചകന്മാരുടെ ശരീരം ലോകം മുഴുവൻ കാണപ്പെടുന്ന വിധം അപമാനിതരായി ഉപേക്ഷിക്കപ്പെടുമെന്ന് പറയുന്നുണ്ട്. അവർ ആ ശരീരം കല്ലറയിൽ വെക്കുവാൻ അനുവദിക്കാതെ അവരുടെ മരണത്തെ ആഘോഷിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അന്നേരം അവരുടെ ശുശ്രൂഷ കാലത്ത് അവർക്ക് ലഭിച്ച ദൈവിക സംരക്ഷണ നിമിത്തം, അതിന്റെ 5-ാം വാക്യത്തിൽ എങ്ങനെയാണ് കൊടുക്കുന്നത്? ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. അവർക്ക് ദോഷം വരുത്തുവാൻ ഇച്ഛിക്കുന്നവരെ ഇങ്ങനെ മരിക്കേണ്ടി വരും. അങ്ങനെ ആ വലിയ സംരക്ഷണവും, അതുകൂടാതെ ഭൂവാസികൾ വിവിധ ബാധകളാൽ ദണ്ഡിക്കപ്പെട്ടു. ഇങ്ങനെ എല്ലാത്തിനെയും കീഴടക്കി മുന്നോട്ട് പോയ ഈ അഭിഷക്തന്മാരെ എതിർക്രിസ്തു തോൽപ്പിച്ചു കൊല്ലുന്നതിലൂടെ
അതിലൊരു സന്ദേശം അവിടെ പകരുന്നുണ്ട്. ആ അതിന്റെ ഒപ്പം, അല്ലെങ്കിൽ ആ കൊല്ലുന്നതും അതിന്റെ ഒപ്പം തന്നെ ആ ശവശരീരങ്ങൾ കല്ലറയിൽ വെക്കാതെ തെരുവീതിയിലിട്ട് അത് മുഖാന്തരം ഈ കൊല്ലപ്പെട്ട സാക്ഷികൾ അവർ ഉയർത്തിയ ദൈവത്തെ, അല്ലെങ്കിൽ അവർ പ്രവചിച്ച ദൈവത്തെ, അവർ ആരുടെ സന്ദേശമാണോ പറഞ്ഞത് ആ ദൈവത്തെക്കാൾ ഒരു വലിയ രക്ഷകൻ അവർക്ക്, അല്ലെങ്കിൽ ഭൂവാസികൾക്ക് ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് അന്തിക്രിസ്തു വെളിപ്പെടുത്തുന്ന ആ ഒരു മെസ്സേജ് ആണ് അവിടെ കൺവേ ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ഡിപ്പിച്ചതുകൊണ്ട് ഭൂവാസികൾ അവർ നിമിത്തം സന്തോഷിച്ച്, ഇവർ നിമിത്തം ഇവരുടെ മരണത്തിൽ സന്തോഷിച്ച് ആനന്ദിച്ച് അന്യോന്യം സമ്മാനം കൊടുത്ത് അയക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ 3.5 ദിവസം കഴിയുന്നതോടെ ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്നു. ഇവർ ആ യെരൂശലേമിന്റെ വീതിയിൽ, അല്ലെങ്കിൽ ആ പട്ടണത്തിന്റെ വീതിയിൽ അപമാനിത ആ ജഡങ്ങളായിട്ട് അവർ അവിടെ കിടക്കുമ്പോൾ അവരുടെ മേൽ ദൈവത്തിന്റെ ജീവശ്വാസം അവരിൽ വന്ന് അവർ കാലൂന്നി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവരെ വീണ്ടും ജീവനുള്ളവരായി കാണുമ്പോൾ ആ ഭൂവാസികൾ ഭയപരവശരായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ഭയപരവശരായി ആ പ്രവൃത്തിയിലൂടെ, അങ്ങനെ ഭയപരവശരായി പറയുമ്പോൾ ദൈവത്തിന്റെ ഈ പ്രവൃത്തി ഇത് യഥാർത്ഥ ദൈവമാണെന്ന് അവർ ഗ്രഹിക്കുന്ന നാളിലേക്കാണ് വന്നത്. ഇതുവരെ തള്ളിക്കളയുവാൻ കാരണങ്ങളുണ്ടായിരുന്നു, തള്ളിക്കളയുവാൻ ലോക മഹത്വങ്ങൾ അവരുടെ മുമ്പിലുണ്ടായിരുന്നു, അവരെ സ്വാധീനിക്കുന്ന പല ശക്തികളും ഉണ്ടായിരുന്നു, അവർക്ക് ന്യായീകരിക്കാനുള്ള പല ന്യായീകരണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ യഥാർത്ഥ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു എന്ന് മനസ്സിലാക്കുമ്പോൾ അവർ ആ പ്രവൃത്തിയിലൂടെ അത് ദൈവത്തിന്റെ മഹത്വവും എതിർക്രിസ്തുവിനുള്ള ദൈവത്തിന്റെ വിജയവുമാണെന്ന് എല്ലാവരും തിരിച്ചറിയും. ആദ്യം അന്തിക്രിസ്തുവിന്റെ വിജയം, അല്ലെങ്കിൽ എതിർക്രിസ്തുവിന്റെ വിജയം അവർ ആഘോഷിച്ചപ്പോൾ, അവർ നല്ലതെന്ന് കരുതിയപ്പോൾ അതിന്മേലൊക്കെ വലുതാണ്, അതിന്മേലുള്ള അന്തിമ വിജയം ദൈവത്തിൻ്റെതാണെന്ന് തിരിച്ചറിയുന്ന ഒരു ദിവസമാണ്. തുടർന്ന് അവരുടെ ശത്രുക്കൾ അവരെ നോക്കിക്കൊണ്ടിരിക്കെ ഇവിടെ കയറി വരുവിൻ എന്ന് സ്വർഗത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നത് കേട്ട് അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറുന്നതായിട്ട് അതിന്റെ 12-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ സാക്ഷികളുടെ ശുശ്രൂഷ കാലഘട്ടം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1260 ദിവസം, അതായത് 3.5 വർഷമായിരുന്നു. അവരുടെ മരണശേഷം 3.5 ദിവസം അവരുടെ ശവശരീരങ്ങൾ തെരുവിൽ കിടന്നു. അതിനുശേഷം അവർ ഉയർത്തെഴുന്നേറ്റ് അവർ സ്വർഗത്തിലേക്ക് കയറി. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷയുടെ അവസാനം കാൽവരി ക്രൂശിൽ, അല്ലെങ്കിൽ കാൽവരിയിലെ ആ ക്രൂശ് മരത്തിൽ വധിക്കപ്പെട്ടു എന്ന് നമുക്കറിയാം. അതോടുകൂടെ സകലതും അവസാനിച്ചു എന്ന് അതിന് നേതൃത്വം കൊടുത്തവർ വിധി എഴുതി. ആ കാലഘട്ടത്തിൽ യഹൂദ പ്രമാണിമാർ, മഹാപുരോഹിതർ, അവരുള്ള പരീക്ഷന്മാർ, അവരെല്ലാം വിധി എഴുതി. അതോടുകൂടി യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയും, അല്ലെങ്കിൽ യേശുക്രിസ്തുവും അവന്റെ ശിഷ്യന്മാരും ഒക്കെ തീർന്നു എന്ന് വിധി എഴുതി. തുടർന്ന് അവന്റെ ശരീരം കല്ലറയിൽ വെച്ചു. എന്നാൽ 3-ാം നാൾ അത് ഉയർത്തെഴുന്നേറ്റു. കർത്താവോട് ഉയർത്തെഴുന്നേറ്റു, തന്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു, പിന്നീട് സ്വർഗത്തിലേക്ക് കയറിപ്പോയി. അന്ന് അതിന് നേതൃത്വം കൊടുത്ത മഹാപുരോഹിതനും യഹൂദ പ്രമാണിമാരും സന്തോഷിച്ചു. കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ശിഷ്യന്മാർ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞ് അവർ പബ്ലിസിറ്റി, അല്ലെങ്കിൽ അതിനെ പരസ്യം ചെയ്ത് അങ്ങനെ ആ കാലഘട്ടത്തിൽ അവർ മുന്നോട്ട് പോയി. ഉയർത്തെഴുന്നേറ്റു എന്ന് തങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷമായി എന്ന് ശിഷ്യന്മാർ സുവിശേഷ സത്യത്തെ പറഞ്ഞപ്പോൾ അവർ പരിഹസിച്ചു, അവർ അതിനെ അപഹസിച്ചു, അതല്ല ഇതെന്ന് പറഞ്ഞ് ഇന്നും അത് തന്നെ പറഞ്ഞ് ഈ നിർമ്മല സുവിശേഷത്തെ അവഹേളിച്ച് മുന്നോട്ട് പോകുന്നവർ ധാരാളമുണ്ട്. നാം ഈ സുവിശേഷം കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുമ്പോൾ പരിഹസിക്കുന്നവർ ഒത്തിരി പേർ നമുക്ക് ചുറ്റും ഇന്നുമുണ്ട്. അങ്ങനെ പോകുന്നവർ അനേകരുണ്ട്. എന്നാൽ ഭാവിയിൽ ഈ പറയുന്ന ഈ ഭൂവാസികളുടെ മധ്യേ ഈ 2 സാക്ഷികൾ ദൈവിക ശക്തിയോട് വെളിപ്പെട്ട് ശുശ്രൂഷ ചെയ്ത് അവരിലെ ദൈവശക്തിയുടെ മുമ്പിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ആ ദൈവിക ശുശ്രൂഷ ചെയ്യുമ്പോൾ അവരുടെ മുമ്പാകെ ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ദുഷ്ടനിരൂപണങ്ങളുമായി കർത്താവിന്റെ അടുക്കൽ വന്ന ജനങ്ങളെ കർത്താവ് മനസ്സിലാക്കിയിട്ടും കർത്താവ് അന്ന് വെളിപ്പെടുത്തിയില്ല. നിന്റെ മനസ്സിൽ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആകാശത്തുനിന്ന് തീ ഇറക്കിയിട്ടോ അല്ലെങ്കിൽ അവരെ ദണ്ഡിപ്പിക്കുക ഒന്നും ചെയ്തില്ല. അവരെ വെളിപ്പെടുത്തി ശിക്ഷിക്കുക ഒന്നും ചെയ്തില്ല. എന്നാൽ ഇവിടെ ആരെങ്കിലും ദോഷം ഇച്ഛിച്ചാൽ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. കൊന്നു ജയിച്ചു എന്ന ആഹ്ലാദത്തിന് കേവലം 3.5 ദിവസത്തിന് ആയുസ്യം ഉണ്ടായിരുന്നുള്ളൂ ഈ 2 സാക്ഷികളുടെ ജീവിതത്തിൽ. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആത്മീയ വിജയത്തിന്റെ പ്രത്യക്ഷ അനുഭവം കർത്താവ് 2 സാക്ഷികളിലൂടെ നിവർത്തിക്കുകയാണ്. കൃപയും കരുണയും അനുഭവിക്കാനും ആസ്വദിക്കുവാനും സ്വന്തമാക്കാനുള്ള ഒരു കൃപായുഗത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇന്ന് നമ്മുടെ ചിന്തകളിലും പ്രവൃത്തികളിലും വരുന്ന പാപത്തെ ഈ പറയുന്ന സാക്ഷികളുടെ കാലത്തെ പോലെ നമ്മളെ അല്ലെങ്കിൽ ശിക്ഷിക്കുന്നില്ല, കർത്താവ് ശിക്ഷിക്കുന്നില്ല. ആ നിലയിലുള്ള ശിക്ഷ നാം ഏറ്റെടുക്കുന്നില്ല എന്ന് നമുക്കറിയണ്ട. കാരണം എന്താണെന്നറിയോ? ദൈവം ക്ഷമയോടെ നമ്മുടെ മാനസാന്തരത്തിനായി, ഒരുക്കത്തിനായി, വിശുദ്ധീകരണത്തിനായി കാത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഇന്ന് അതുപോലെയുള്ള ഒരു ഇടപെടൽ, ദൈവിക
ഇടപെടലുകൾ നാം അനുഭവിക്കാതെ പോകുന്നത്, അങ്ങനെ ഇടപെടാതിരിക്കുന്നത്? പ്രിയമുള്ളവരെ, ഈ കാലം തീരാറായി. നമ്മുടെ കർത്താവ് നമ്മളെ ചേർക്കുവാൻ വരാറായി. അത് നാം ഗ്രഹിക്കണം, നാം മനസ്സിലാക്കണം. ആത്മാവിൽ അതിൽ സന്തോഷിക്കുവാനും അതിൽ നിന്ന് ഉയർന്നു വരുവാനുമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. ഇനി നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ പറയുന്നതിന്റെ 11 വാക്യത്തിൽ ആ നാഴികയിൽ വലിയൊരു ഭൂകമ്പമുണ്ടായി. നഗരത്തിന്റെ 10 ഇടിഞ്ഞു വീണു. ഭൂകമ്പത്തിൽ 7000 പേർ മരിച്ചുപോയി. ശേഷിച്ചവർ ഭയപരവശരായി സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കൊടുത്തെന്ന് കാണുന്നുണ്ട്. ഇവിടെ ശേഷിച്ചവർ ഭയപരവശരായി സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കൊടുത്തു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ ദൈവത്തിന്റെ സർവശക്തിയെ അംഗീകരിക്കുന്നു. കാരണം അവർ സാക്ഷികളോട് എതിർത്ത് നിന്നും കഴിഞ്ഞില്ല. അവസാനം എതിർ ക്രിസ്തു കടന്നു വന്ന് സാക്ഷികളെ കൊന്നു അതുകൊണ്ട് ജയിച്ചു എന്ന് വിചാരിച്ചു. എന്നാൽ 3 ദിവസം കഴിഞ്ഞപ്പോൾ അവർ ജയിച്ചതൊക്കെ വ്യർത്ഥമായിരുന്നു, അതൊക്കെ ഒരു താൽക്കാലികമായിരുന്നു എന്ന് ഗ്രഹിച്ചപ്പോൾ ദൈവത്തിന്റെ സർവശക്തിയെ അവർ അംഗീകരിച്ച് ഭയപരവശരായി ദൈവത്തിന് മഹത്വം കൊടുത്തു എന്നുള്ളത് കാണുന്നുണ്ട്. അതിനോടൊപ്പം അതായത് ഈ 2 സാക്ഷികളുടെ അല്ലെങ്കിൽ സാക്ഷികളോടുള്ള ബന്ധത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളും, ഭൂമിയിൽ നടന്ന എല്ലാ സംഭവങ്ങളും ദൈവത്തിന്റെ കരത്താലാണെന്ന് അവർ ഗ്രഹിച്ചു. അതോടെ അവർ ഭയപരവശരായി. എങ്കിലും മാനസാന്തരത്തിനായി അവർ സമർപ്പിച്ചു എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. അതിനെക്കുറിച്ചൊന്നും നമുക്ക് അവിടെ കാണാൻ കഴിയുന്നില്ല. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പ്രിയമുള്ളവരെ, ഇത് തന്നെയാണ് കൃപാകാലഘട്ടം, ഇത് തന്നെയാണ് രക്ഷാ ദിവസം, ഇത് തന്നെയാണ് മടങ്ങിവരവിന്റെ ദിവസം. നമുക്ക് മടങ്ങി വരുവാനും നമ്മളെ തന്നെ ഒരുക്കുവാനുമുള്ള കാലഘട്ടം ഇതാണ്. വിശ്വാസത്താൽ സ്വർഗസ്ഥനായ ദൈവത്തിന്റെ സർവശക്തിയുടെയും സർവജ്ഞാനത്തിന്റെയും മഹത്വം ആത്മാവിൽ കാണാൻ കഴിയണം. സാക്ഷികൾ അവർ എന്ത് ചെയ്തു? അവരുടെ സകല ഹോപ്പും സകല പ്രയത്നങ്ങളും ഒക്കെ അവസാനിക്കുമ്പോഴാണ് അവർ ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച് മനസ്സിലാക്കുന്നത്, ആ ഭൂവാസികൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇന്ന് വിശ്വാസത്താൽ ആത്മാവിൽ സ്വർഗസ്ഥനായ ദൈവത്തിന്റെ സർവശക്തിയുടെയും സർവജ്ഞാനത്തിന്റെയും മഹത്വം ആത്മാവിൽ കാണാൻ കഴിയണം. ദൈവത്തെ ആത്മാവിൽ മഹത്വം കരയറ്റാൻ നമുക്ക് കഴിയണം. ഈ 2 സാക്ഷികളിലൂടെ വിവരണം നമ്മൾ ഇത്രത്തോളം കേട്ടല്ലോ. ഈ 2 സാക്ഷികളുടെ ഈ പറയുന്ന ഈ സംഭവങ്ങൾ, അവരുടെ ആ വിവരണത്തിലൂടെ ഇവിടെ കാണുന്ന ഒരു ഇടവേള, 6ാം കാഹളത്തിനും 7ാം കാഹളത്തിനും ഇടയിലുള്ള ആ ഇടവേള അവസാനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. 6 കാഹളങ്ങൾ ഊതിക്കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി 7ാമത്തെ ദൂതന്റെ കാഹളനാദം മുഴങ്ങുന്നതിനെ അതിനെ തുടർന്ന് എന്ത് സംഭവിക്കുമെന്ന ആകാംക്ഷയോടെ കാത്തിരുന്ന യോഹന്നാന്റെ ദർശനത്തിൽ ആ ചെറിയ ഇടവേള അല്ലെങ്കിൽ ചെറിയ ഇടവേളയിലെ സംഭവ വികാസങ്ങൾക്ക് ശേഷം, നമ്മളിപ്പോൾ പറഞ്ഞ ആ സംഭവ വികാസങ്ങൾക്ക് ശേഷം ദൂതൻ കാഹളം ഊതുകയാണ്. ആ കാഹളം ഊതുമ്പോൾ ആ കാഹളനാദത്തിൽ ഭൂവാസികളുടെ മേൽ അതികഠിനമായ ശിക്ഷാവിധികൾ ചൊരിയുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അതിനോടൊപ്പം ക്രിസ്തുവിന്റെ മടങ്ങിവരവിനെയും രാജ്യം സ്ഥാപിക്കുന്നതിനെയും വിവരിക്കുന്നുണ്ട്. അതിന്റെ 15ാം വാക്യത്തിൽ ഇങ്ങനെയാണ്, നമ്മൾ ഒരിക്കൽ വായിച്ചതാണ്. 7ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്ത് നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു, അവൻ എന്നേക്കും വാഴുമെന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു മഹാഘോഷമുണ്ടായി. 7ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ 8ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ്, സ്വർഗത്തിൽ ഒരു വലിയ മൗനമുണ്ടായി. അത് തുടർന്നുള്ള മഹാകഷ്ടത്തെ മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന മൗനം. എന്നാൽ 7ാം കാഹളത്തിൽ ഒരു വലിയ കോശമുണ്ടായത് കഷ്ടങ്ങൾ തീർന്നതുകൊണ്ടോ അല്ലെങ്കിൽ മാറിപ്പോയത് കൊണ്ടോ ആയിരുന്നില്ല. പിന്നെയോ സകലതും ക്രിസ്തു മുഖാന്തരം ഉളവായി എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ക്രിസ്തു മുഖാന്തരം ഉളവായതെല്ലാം അവന്റെ കരങ്ങളിലേക്ക് മടങ്ങി വന്നു ചേർന്നു എന്നതിന്റെ സന്തോഷത്താലായിരുന്നു സ്വർഗത്തിൽ ആ കോശം ഉളവായത്. ലോകരാജ്യത്ത് നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു എന്നുള്ളതിനെ ഘോഷിക്കുന്നതായിരുന്നു ആ മഹാഘോഷം. 10ാം അധ്യായത്തിലെ ബലവാനായ ദൂതൻ ഇങ്ങനെ പറയുന്ന ഒരു വാക്യം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഇനി കാലമുണ്ടാകുകയില്ല. 7ാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകുമെന്ന് പറഞ്ഞത് ഇവിടെ സംഭവിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. 7ാമത്തെ കാഹളം 7 ക്രോധകലശങ്ങളുടെ ന്യായവിധികളുടെ ആരംഭം കുറിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ്, ക്രിസ്തു ലോകരാജാവായി അഭിഷേകം ചെയ്യപ്പെടുന്നതിനെയും കാണിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. യഥാർത്ഥത്തിൽ ലോകവും അതിലുള്ളതും ദൈവത്തിൻ്റെത് തന്നെയെങ്കിലും ഇന്നത്തെ ലോകത്തിന്റെ അധിപതി സാത്താനാണ്. നമുക്ക് സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലും ഒക്കെ നമുക്ക് അതിന് തെളിവുകളുണ്ട്. ഈ ലോകത്തിന്റെ പ്രഭുവിനെ അന്തിമമായി തോൽപ്പിച്ച് ക്രിസ്തു ലോകരാജ്യത്വം ഏറ്റെടുക്കും എന്നുള്ളത് ഈ ഭാഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. തുടർന്ന് 1000 ആണ്ട് ഭൂമിയിൽ വാഴുന്ന കർത്താവ് പുതിയ ആകാശവും ഭൂമിയും ഉൾപ്പെട്ട ആ രാജ്യത്തിൽ നിത്യമായി വാഴുമെന്ന് കാണുന്നുണ്ട്. 15ാം വാക്യത്തിൽ പറയുന്നത് പോലെ അതിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ എന്നേക്കും വാഴും. പുതിയ ആകാശം പുതിയ ഭൂമിയും ഉൾപ്പെട്ട ആ പുതിയ രാജ്യത്തിൽ നിത്യമായി അവൻ എന്നേക്കും വാഴും. ആ ഒരു വലിയ പ്രത്യാശയാണ് നമ്മൾ ഈ ക്രിസ്ത്യ ജീവിതത്തിനായി, നമ്മുടെ ഒരു ആത്മീയ വിശുദ്ധീകരണത്തിനായി, ദൈവത്തിനുള്ള കാത്തിരിപ്പിനായി, പ്രത്യാശ വർദ്ധിപ്പിക്കാനായി നമ്മളെ നടത്തുന്നത്. ഇനി തുടർന്ന് മുന്നോട്ട് പോകട്ടെ. അതിന്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാരും കവിണ് വീണ്ടും ദൈവത്തെ നമസ്കരിച്ചു. ഇപ്പൊ മൂപ്പന്മാരെ കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണല്ലോ.
അവർ ദൈവത്തെ സ്തുതിച്ച് പറഞ്ഞ കാര്യങ്ങൾ 17-18 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. 17-18 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. സർവശക്തിയുള്ള കർത്താവായ ദൈവമേ, ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ, നീ മഹാശക്തി ധരിച്ചു വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജാതികൾ കോപിച്ചു, നിന്റെ കോപവും വന്നു. മരിച്ചവരെ ന്യായം വിധിപ്പാനും നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായ നിന്റെ ഭക്തന്മാർക്ക് പ്രതിഫലം കൊടുപ്പാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പാനുമുള്ള കാലവും വന്നു. പ്രിയമുള്ളവരെ, ഈ സ്തുതിഗാനത്തിൽ ദൈവത്തിന്റെ സ്വഭാവ സവിശേഷതകളും ഇനി തുടർന്ന് ദൈവം ചെയ്യുവാനിരിക്കുന്നതുമായ 7 കാര്യങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ആദ്യത്തെ 3 ദൈവത്തിന്റെ സ്വഭാവ സവിശേഷതകളെ എടുത്തു പറയുന്നു. ഞാനത് പെട്ടെന്ന് പറയും, നിങ്ങൾ ആ വേദപുസ്തകങ്ങൾ വായിക്കുന്നുണ്ടോ, നിങ്ങളുടെ മുമ്പിലുണ്ടെന്നുള്ള വിശ്വാസം ഞാൻ അല്പ സ്പീഡിൽ ഞാനത് പറഞ്ഞു പോകട്ടെ. അന്നേരം ആദ്യത്തെ 3 ദൈവത്തിന്റെ സ്വഭാവ സവിശേഷതകൾ എടുത്തു പറയുന്നതാണ്. പിന്നീടുള്ള 4 കാര്യങ്ങൾ, അവസാനത്തെ 4 കാര്യങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തികളെ വിവരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആദ്യം ദൈവത്തിന്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് പറയുന്നുണ്ട്. സർവശക്തിയുള്ള കർത്താവായ ദൈവമേ, കർത്താവായ ദൈവം സർവശക്തനാണ്. ഈ 7-ാം കാഹളം ഊതുന്നതിന് മുമ്പായി സർവ്വലോകത്തിനും അത് ബോധ്യമായി. ഇന്ന് ആത്മാവിൽ തന്റെ ഭക്തന്മാർക്ക് ബോധ്യമായ കാര്യം 7-ാം കാഹളം ഊതുന്ന ആ സമയത്ത് സർവ്വലോകത്തിനും അത് ബോധ്യമാകുമെന്ന് നമുക്ക് മനസ്സിലാക്കി. അടുത്തത് ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ. ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ 1-ാം അധ്യായത്തിലൊക്കെ നമ്മൾ ചിന്തിച്ചതാണ്. ആ ഭാഗം ഉദ്ദേശിക്കുന്നത് നിത്യനായ ദൈവം എന്നുള്ള ദൈവത്തിന്റെ സ്വഭാവ സവിശേഷതയാണ്. അടുത്ത 3-ാമത് കാണുന്നത് മഹാശക്തി ധരിച്ചു വാഴുന്ന ദൈവം, അതായത് ശക്തനായ രാജാവാണെന്ന് അവിടെ എടുത്തു പറയാണ്. അന്നേരം ഇത് 3 ദൈവത്തിന്റെ സ്വഭാവ സവിശേഷതകൾ എടുത്തു പറയാണ്. ഇനി ദൈവത്തിന്റെ പ്രവൃത്തികളെയാണ് നമുക്ക് കാണുന്നത്. ജാതികൾ കോപിച്ചു, നിന്റെ കോപം വന്നു. അതായത് ശത്രുവെന്ന് ഉദ്ദേശിക്കുന്നത് ദൈവകൽപ്പന അനുസരിക്കാതെ ദൈവം ഒരുക്കുന്ന, കാരണം പാപം ചെയ്തപ്പോൾ തന്നെ ദൈവത്തിന്റെ ശത്രുക്കളായി തീർന്നു, ദൈവ കോപത്തിന് പാത്രീഭൂതരായി തീർന്നു, ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരായിരുന്നു. എന്നാൽ അതിന് മടങ്ങി വരുവാനുള്ള ഒരു അവസരം ദൈവം ഒരുക്കുന്നു. ആ അവസരത്തെ ഉപയോഗിക്കാതിരിക്കുന്ന എല്ലാവരും ദൈവത്തിന്റെ ശത്രുവായിരിക്കുന്നു. അന്നേരം ജാതികൾ കോപിച്ചു, നിന്റെ കോപം വന്നു. അന്നേരം ശത്രുവിനോടുള്ള ദൈവത്തിന്റെ കോപം വെളിപ്പെടുന്നത് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അടുത്ത് പറയുന്നുണ്ട് മരിച്ചവരെ ന്യായം വിധിപ്പാൻ, അതായത് ന്യായാധിപനായ ദൈവത്തെ കാണാൻ കഴിയുന്നുണ്ട്. അന്നേരം ദൈവത്തിന്റെ ആ പ്രവൃത്തി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അടുത്ത് പറയുന്നത് നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായി നിന്റെ ഭക്തന്മാർക്ക് പ്രതിഫലം കൊടുപ്പാനും, അതായത് വിശുദ്ധന്മാർക്ക് പ്രതിഫലം നൽകുന്ന ഒരു ദൈവത്തെ അവിടെ കാണുന്നു. ദൈവത്തിന്റെ അടുത്ത പ്രവൃത്തിയാണ്. ഇനി ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പാനുള്ള കാലവും വന്നു. അതായത് ഒരു അന്തിമ ന്യായവിധി നടത്തുന്ന ദൈവം എന്ന നിലയിലും നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അന്നേരം ഈ 4 പ്രവൃത്തികൾ ദൈവത്തിൽ നിന്ന് വരുന്നത് നമുക്ക് ഈ പറയുന്ന 2 ഭാഗങ്ങൾ ഈ 24 മൂപ്പന്മാരുടെ സ്തുതിഗാനത്തിൽ ഉൾപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ 11-ാം അധ്യായത്തിന്റെ അവസാന വാക്യം വായിക്കട്ടെ. അതിന്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അപ്പോൾ സ്വർഗത്തിലെ ദേവാലയം തുറന്നു, അവന്റെ നിയമപ്പെട്ടകം അവന്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. 11-ാം അധ്യായം ആരംഭിക്കുന്നത് അതായത് യെരുശലേം ദേവാലയം അളക്കുന്നതിനെ വിവരിച്ചു കൊണ്ടായിരുന്നല്ലോ, നാം അത് ചിന്തിച്ചല്ലോ. എന്നാൽ ഈ അധ്യായം അവസാനിപ്പിക്കുന്നത് സ്വർഗത്തിലെ ദേവാലയത്തിന്റെ കാഴ്ചയും അനന്തര സംഭവങ്ങളോടും കൂടിയാണ്. 13-ാം വാക്യത്തിൽ നാം കണ്ട വലിയ ഭൂകമ്പം നമ്മൾ നേരത്തെ കണ്ട യെരുശലേം ദേവാലയത്തെ നശിപ്പിച്ചിരിക്കാം എന്ന് നമുക്ക് അങ്ങനെ ചിന്തിക്കാം. ദൈവം അതിനനുവദിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിന്റെ ഒക്കെ ശേഷം സ്വർഗത്തിലെ ദേവാലയം തുറക്കുകയും പെട്ടകം പ്രത്യക്ഷമാകുകയും ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഒരു നിയമപ്പെട്ടകം എന്ന് നമ്മൾ പുറപ്പാട് ദിവസത്തിൽ ലേഖനത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന്റെ സ്വർഗത്തിലുള്ള യഥാർത്ഥ നിയമപ്പെട്ടകത്തിന്റെ ഒരു പതിപ്പായിരുന്നു ഭൂമിയിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സീനായ് മലയിൽ വെച്ച് ദൈവം ഇസ്രായേലുമായി ചെയ്ത ഉടമ്പടിയെ കുറിച്ചാണ് ഈ നിയമപ്പെട്ടകം സംസാരിക്കുന്നത്. സ്വർഗത്തിലെ നിയമപ്പെട്ടകത്തെ കുറിച്ചുള്ള ഇവിടുത്തെ പ്രസ്താവന ഇസ്രായേലിനെ കുറിച്ചും ആ ജനത്തോടുള്ള ദൈവത്തിന്റെ വിശ്വസ്തതയെ കുറിച്ചും ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് നമുക്കും ചിന്തിക്കുവാനുള്ള ഒരു കാരണമാണ്. ഇപ്പോഴും ആ ജനത്തെ കർത്താവ് കരുതുന്നു. ഇത്രത്തോളം അധപ്പതിച്ചിട്ടും ഇത്രത്തോളം വീണിട്ടും അതിൽ നിന്നൊരു കൂട്ടത്തെ വീണ്ടും വേർതിരിക്കുവാൻ ദൈവത്തിന്റെ മനസ്സലിവുണ്ട് എന്നുള്ള ദൈവത്തിന്റെ വിശ്വസ്തത ആ അബ്രഹാമിനോട് കൊടുത്തിട്ടുള്ള ആ വലിയ ആ വാക്തത്വത്തിന്റെ അവിടെ നിന്നിട്ടുള്ള ആ പിതാക്കന്മാരോട് കൊടുത്തിരിക്കുന്ന വാക്തത്വം അത് പൂർത്തീകരിക്കുന്നുള്ള ആ വലിയ ആ വാക്തത്വത്തിന്റെ പൂർത്തീകരണത്തിനെ കുറിച്ചുള്ള ആ വിശ്വസ്തത, അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത് നമുക്കും ഒരു പാഠമാണ്, ദൈവത്തിന്റെ വിശ്വസ്തത. ഇന്ന് രാത്രിയിൽ ഞാൻ എന്റെ പഠനം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഈ പഠനം അവസാനിക്കുമ്പോൾ ആ 2 സാക്ഷികൾ സംസാരിച്ചതും
ജീവിച്ച് കാണിച്ചതുമായ മാതൃക, കരുണയുടെ ഭാവത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ കാണിച്ചത്, പ്രബോധിപ്പിച്ചത് അനുസരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് രാത്രി നമുക്ക് ഇതിനെ ഏൽപ്പിച്ചു കൊടുക്കാം. എന്നൊരു വേദഭാഗം നിങ്ങളുടെ മുമ്പാകെ ഇതിനോട് വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ലൂക്കോസിന് സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 52 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. അവർ പോയി അവനായി വട്ടം കൂട്ടേണ്ടതിന് ശമര്യരുടെ ഒരു ഗ്രാമത്തിൽ ചെന്നു. എന്നാൽ അവൻ യെരൂശലേമിലേക്ക് പോകുവാൻ ഭാവിച്ചിരിക്കാൻ അവർ അവനെ കൈക്കൊണ്ടില്ല. അത് അവന്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും കണ്ടിട്ട്, കർത്താവേ, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തു നിന്ന് തീയിറങ്ങി അവരെ നശിപ്പിക്കുവാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമോ എന്ന് ചോദിച്ചു. അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു, നിങ്ങൾ ഏത് ആത്മാവിന് അധീനർ എന്ന് നിങ്ങൾ അറിയുന്നില്ല. മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിക്കാനല്ല, രക്ഷിപ്പാനത്രേ വന്നു എന്ന് പറഞ്ഞ് അവർ വേറൊരു ഗ്രാമത്തിലേക്ക് പോയി. പ്രിയമുള്ളവരെ, ഇനിയും അധികം വൈകാതെ നമ്മുടെ കർത്താവ് രാജാതി രാജാവായി വരും. അവന്റെ കൂടെ വാഗ്ദത്തം ചെയ്ത പ്രതിഫലങ്ങളും കിരീടങ്ങളും പ്രാപിച്ച് അവനോട് കൂടി വാഴുവാനായി, അവന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാനായി നമുക്ക് ഒരുങ്ങാം. ഇന്ന് രാത്രി ഞാൻ ഇപ്പോൾ വായിച്ച വേദഭാഗത്തില് സാക്ഷികൾ വന്നപ്പോൾ സാക്ഷികളോട് അവർ മനസ്സിൽ ചിന്തിച്ചതിന് പോലും പ്രതിഫലം കൊടുത്തതുപോലെ, ശിക്ഷ മേടിച്ചതുപോലെ അങ്ങനെ ശിക്ഷിക്കാതെ നമ്മുടെ പാപങ്ങളിലൊക്കെ കരുണ കാണിക്കുന്ന ആ ദൈവപുത്രൻ ക്ഷമയോടെ കാത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളുടെ നിവൃത്തിക്ക് വേണ്ടി പ്രത്യാശയോടെ നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടി ഒരുക്കാം. ഒന്നുകൂടെ അവന്റെ സന്നിധി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഒന്നുകൂടെ മനസാന്തരപ്പെടുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. ഒന്നുകൂടെ മടങ്ങി വരുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്ന് നമ്മൾ തുടക്കത്തിൽ പാടിയ പാട്ട് പോലെ, ഉലക സ്ഥാപനത്തിന് മുമ്പുളവായ ഒരു അൻപാൽ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടിയാ? തിരുമുമ്പിൽ വസിപ്പാൻ. അതിനൊപ്പം ഒരു സ്റ്റാൻസ് കൂടെ പറഞ്ഞു, മരണത്താൽ മറയാത്ത മഹൽ സ്നേഹപ്രഭയാൽ പിരിയാ ബന്ധമാണിത്. ഒരു യുഗകാലം മുഴുവനും പിരിയാ ബന്ധമായി നാം ഇനി കർത്താവിനോടുകൂടി വാഴുവാനുള്ള ആ യാത്രയിലാണ്. ഇന്ന് രാത്രി നമ്മൾ കേട്ട ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഭാവിയിൽ സംഭവിക്കാനുള്ള ദൈവവചനമാണ്, അത് പ്രവചനമാണ്. പക്ഷേ അതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് ഇടപെടുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ അതിന് ചെവി കൊടുക്കുവാൻ, നമ്മുടെ ഹൃദയത്തിൽ അതിന് ഇടം കൊടുക്കുവാൻ ഇടവരട്ടെ. നമുക്ക് ഒരുങ്ങാം. നമ്മുടെ കർത്താവ് വേഗം വരുന്നു. ഈ വചനങ്ങളെ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വേഗം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്, വേഗം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. പ്രത്യാശയുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി പാടുമാണ്. വേഗം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്, വേഗം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. ശോഭയേറും നാടുണ്ടത് കാണവേ ദൂരെ വിശ്വാസത്താ, താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ. ശോഭയേറും നാടുണ്ടത് കാണവേ ദൂരെ വിശ്വാസത്താ, താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ. വേഗം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്, വേഗം ചേർന്നിടും ഭംഗിയേ
തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. ശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം ഖേദം രോദനമങ്ങില്ലല്ലോ നിത്യം സൗഭാഗ്യമാത്മാക്കൾക്ക് നാമശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം ഖേദം രോദനമങ്ങില്ലല്ലോ നിത്യം സൗഭാഗ്യമാത്മാക്കൾക്ക്. ചേർന്ന് പാടാം. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് 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 ഭംഗിയേറിയ തീരത്ത് ഭംഗിയേറിയ